ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കുന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു ലൈസാസ് ആൻഡ് വ്ലോഗ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റവ ഉപ്പുമാവ് എങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മൾ ചെയ്തെടുക്കുന്നതെന്നാണ് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചെറിയ കപ്പിന് 2.5 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇത് സാധാ വറുക്കാത്ത റവയാണ് ഞാൻ ഉപ്പുമാവിനായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് പാക്കറ്റ് റവ വറുത്തത് കിട്ടും. എന്നാലും ഒന്ന് വറുത്തെടുക്കുകയാണ് നല്ലത്. എന്നാലും ഉപ്പുമാവിന് നല്ലൊരു സോഫ്റ്റ് കിട്ടും. 2 മിനിറ്റ് കൊണ്ട് നമ്മൾ റവ വറുത്തെടുക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഇതാ പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉപ്പുമാവ് നമുക്ക് പല രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. നമുക്ക് എളുപ്പത്തിലും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല ടേസ്റ്റോടും സോഫ്റ്റോടും കൂടി എങ്ങനെയാണ് ഉപ്പുമാവ് തയ്യാറാക്കുക എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. സവാള ഒരുവിധം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലിട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതേപോലെ ഒരു ക്യാരറ്റിൻ്റെ പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കണം. അതേപോലെ ഒരു ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഇതിൻ്റെ സീഡൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയും ക്യാരറ്റൊക്കെ വഴറ്റിയെടുക്കൽ കഴിഞ്ഞു. ഇനി ഇതൊരു ഭാഗത്തേക്ക് നീക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതിലിട്ടിട്ട് തന്നെ കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ ആദ്യം കടുക് പൊട്ടിച്ചെടുത്താൽ കടുക് കരിഞ്ഞു പോകും. അതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ സവാള കുറച്ച് നേരം നമുക്ക് വഴറ്റിയെടുക്കേണ്ടതല്ല, അതുകൊണ്ടാണ് കടുക് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. ചൂടായ വെളിച്ചെണ്ണ അല്ലേ, അതുകൊണ്ട് തന്നെ കടുക് പെട്ടെന്ന് പൊട്ടിക്കിട്ടും. നമ്മളെ കടുകൊക്കെ പൊട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഉപ്പുമാവിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ എത്ര റവ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഞാൻ 2.5 കപ്പ് റവല്ല എടുത്തിട്ടുള്ളത്. അതേ അളവിന് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ലേശം കൂടിയാലും കുഴപ്പമില്ല, നമ്മൾ വറുത്ത റവല്ലേ. ഇനി വെള്ളം നന്നായി തിളക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വറുത്ത് വെച്ചിട്ടുള്ള റവ കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം, ഒന്നിച്ചിട്ട് കൊടുക്കരുത്. ഈ രീതിയിൽ നമ്മൾ റവ ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരു റവ പോലും കട്ട പിടിക്കാതെ നമുക്ക് സോഫ്റ്റായിട്ടുള്ള ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ തയ്യാറാക്കിയ ഉപ്പുമാവ് നമ്മൾ രാവിലെ ഉണ്ടാക്കിയ വൈകുന്നേരം വരെ കട്ട പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും.
ഉപ്പുമാവ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ 2 മിനിറ്റ് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കാൻ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. ഉപ്പുമാവ് തയ്യാറാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അധിക പേരും ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കാറാണ്. ഇത് തീരെ കട്ട പിടിക്കാതെയാണ് ഉപ്പുമാവ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ എന്നും ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്ത് ഇതേപോലെ റവ വെച്ചിട്ടൊരു ഉപ്പുമാവൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളെല്ലാവരും ഇതേപോലെയൊക്കെ ചെയ്യുന്നുണ്ടാവും. അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഒരുവിധം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നാളികേരം ഇട്ടിട്ടുള്ള ഉപ്പുമാവ് ഒരുവിധ ആൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ രീതിയിൽ ഉപ്പുമാവ് തയ്യാറാക്കി നമുക്ക് രാവിലെ വൈകുന്നേരം ഇഷ്ടമുള്ള സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അറിയാത്തവർ എന്തായാലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.